അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ നാട്ടിലെങ്ങും പാട്ടായി തുടങ്ങി. അതെ, എല്ലാവർക്കും ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ആ ഒരു ക്ലാസ്സിൽ ഒരു ദിവസം പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം. കേട്ടവരെല്ലാം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഫസീലയുടെ ചെവിയിലും അതെത്തുന്നത്. എന്നാലിപ്പോൾ ഏതായിരിക്കും ആ ഉസ്താദ്? എടി ഫസീല, നമ്മൾ കുറേ കാലം തെറ്റും കുറ്റങ്ങളെ കൊണ്ട് നടന്നില്ലേ? ഇനിയെങ്കിലും നമുക്ക് നന്നാകാൻ നോക്കാം. കാരണം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം നെക്സ്റ്റ് ആഴ്ച പോയാൽ മതി. നീ വാട്ടോ. എന്തായാലും നാളെയാണ് ക്ലാസ്. മഗ്‌രിബിന് ശേഷം തുടരും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 9-ആയപ്പോഴേക്ക് കഴിഞ്ഞും ചെയ്തു. നമുക്ക് കൂടുതൽ ഉറക്കമൊന്നും നഷ്ടപ്പെടില്ല. കാരണം ആ ഉസ്താദ് എന്ന് വെച്ചാൽ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാൻ പോകട്ടോ. എന്നാൽ ഇപ്പോൾ ഫസീല ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അവൾക്ക് ആരുമില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകും, ഒരു കമ്പനിയിലേക്ക്. തൻ്റെ ആഭരണങ്ങളെല്ലാം തീർന്നു, അതെല്ലാം വിറ്റു കഴിഞ്ഞു. ഇനി ഒന്നുമില്ല തൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ അവൾ ചെറിയൊരു ജോലി തരപ്പെടുത്തിയിരുന്നു. മസാലപ്പൊടികൾ ഇറക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് അവൾ ജോലിക്ക് പോകുന്നത്. അവിടെ മല്ലി, മുളക്, മഞ്ഞൾ അതുപോലുള്ള മസാലകളെല്ലാം പാക്കറ്റ് ചെയ്യുന്ന പണിയാണ് അവൾക്കുള്ളത്. അവളോട് എല്ലാവരും ചോദിക്കും, നിനക്ക് ആരൊക്കെയുണ്ട്, നിനക്ക് ഭർത്താവുണ്ടോ, മക്കളുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവൾക്ക് അത് പറയാൻ പലവട്ടം അവൾ പ്രയാസപ്പെട്ടു. കാരണം എനിക്ക് ഭർത്താവുമുണ്ട്, 2 മക്കളുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, അവരുടെ കൂടെ ജീവിക്കാൻ എനിക്കായില്ല. അതെ, എൻ്റെ ഓരോ സ്വഭാവം കൊണ്ട് തന്നെ എന്ത് ചെയ്യും. അവൾ അതെല്ലാം അവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചു. എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. അങ്ങനെ അവൾ തൽക്കാലമായി ഒരു ക്വാർട്ടേഴ്സിൽ 4-5 പേരടങ്ങുന്ന സ്ത്രീകൾ നിൽക്കുന്ന ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഒരു ബെഡ് സ്പേസിലാണ് അവൾ താമസിക്കുന്നത്. രാവിലെ കമ്പനിയിലേക്ക് പോകും. വൈകുന്നേരം 5 മണിയോടുകൂടി ജോലി കഴിയും. അതിനുശേഷം റൂമിലേക്ക്. തുച്ഛമായി കിട്ടുന്ന ആ ഒരു ക്യാഷ് കൊണ്ട് അവൾ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം. എത്ര സുഖത്തിൽ കഴിഞ്ഞവളായിരുന്നു ഞാൻ. അത് ഗൾഫിൽ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ. എത്രമാത്രം പൈസയുള്ള ഭർത്താവായിരുന്നു എനിക്ക്. എത്ര ആഭരണങ്ങൾ അദ്ദേഹം എനിക്ക് വാങ്ങി തന്നിരുന്നു. എല്ലാം അവൾ ഓർക്കും. സുഖമായ ആ ഒരു ജീവിതത്തെക്കുറിച്ച്. 2 പ്രസവവും ഗൾഫിൽ നിന്നായിരുന്നു. നാട്ടിൽ വല്ലപ്പോഴും 1-2 മാസം ഒന്ന് നിന്ന് പോകും, അത്രമാത്രം. പിന്നീട് എപ്പോഴും ഭർത്താവിൻ്റെ ആ വലിയ സൂപ്പർ മാർക്കറ്റും ബിസിനസ്സും കാര്യങ്ങളും എല്ലാമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ വാശി അതെന്നെ തകർത്തു കളഞ്ഞു. അതുതന്നെ. അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് നിന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാമായിരുന്നു. മക്കളുടെ മുഖം കാണാൻ കൊതിയാകുമ്പോൾ, വല്ലാതെ കൊതിയാകുമ്പോൾ ഫോൺ എടുത്ത് നോക്കും. അതെ, കുറച്ച് മുമ്പുള്ള ഫോട്ടോയാണ്. അവരുടെ സ്ഥിതി ഇപ്പം എന്താണാവോ. ഏകദേശം എൻ്റെ കുട്ടികൾ, മുലകുടി പ്രായമുള്ള എൻ്റെ പൊന്നു മോനെ വരെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എന്ത് ചെയ്യും. ആ പൊന്നു മോനൊക്കെ കാണാൻ കൊതിയാകുന്നു. മൂത്തത് മോളാണ്. എപ്പോഴും ഉമ്മയുടെ സാന്നിധ്യം പെൺമക്കൾ കൊതിക്കും. എന്ത് ചെയ്യാൻ, എനിക്ക് അങ്ങനെയൊക്കെ ഓരോന്ന് തോന്നിപ്പോയി. എൻ്റെ ഭർത്താവാണെങ്കിൽ അയാൾ അങ്ങനെ ഒരു ആളുമായിരുന്നു. ഒരു ഉഷാറില്ലാതെ. അങ്ങനെ എന്തൊക്കെ തന്നെയാലും ഞാൻ പറഞ്ഞതിനനുസരിച്ചെല്ലാം നിന്നിരുന്നു. എല്ലാം ആലോചിച്ചിട്ട് എന്തൊക്കെയോ തോന്നുകയാണ്. അവൾ ആ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് അത് ആലോചിച്ചു. എന്താ ഫസീല, നിനക്ക് ഫുഡ് വേണ്ടേ? പിന്നെ ഞങ്ങൾ 4 പേർക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാൻ കേട്ടോ, ബാലൻസ് കളയരുത് വെറുതെ. പെട്ടെന്നാണ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റത്. പോയി നോക്കിയപ്പോൾ കുക്കറിൻ്റെ താഴെ കുറച്ച് ചോറുണ്ട്. പിന്നെ എന്തോ ഒരു കറിയുമുണ്ട്. ഒരു നിമിഷം അവൾ വേണോ എന്ന് കരുതി അത് വാരിത്തിന്നു. പിന്നെ വിശപ്പടക്കണ്ടേ. കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തുച്ഛമായ ആ ഒരു പൈസ കൊണ്ട് റൂമിൻ്റെ വാടകയും കൊടുക്കണം, ചെലവും കഴിയണം, എല്ലാം കഴിയണം. എന്ത് ചെയ്യാൻ, ഞാൻ ഇങ്ങനെയൊന്നും കഴിയേണ്ടവളായിരുന്നില്ല. അതിനിടക്കാണ് കൂട്ടുകാരികൾ ഇങ്ങനെയൊരു ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞത്. പലവട്ടം മനസ്സ് ഒന്ന് പതറിപ്പോയിട്ടുണ്ട്. എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു നിമിഷം അവൾ ഓർത്തു, ഹുസൈനാജി. അതെ, അയാളെ വരെ ഞാൻ ആസിഡൊഴിച്ച് കീഴ്പ്പെടുത്തിയിട്ടു. അദ്ദേഹത്തോട് പോയി മാപ്പ് പറയണോ എന്ന് വരെ തോന്നിപ്പോയി. അയാൾക്കാണെങ്കിൽ എപ്പോഴും പെണ്ണ് കെട്ടുന്ന ഒരു പൂതിയായിരുന്നു. എന്നെയും കെട്ടണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്.
അതോടുകൂടി അയാളുടെ ആ സ്വഭാവം അവിടെ നിന്നു. അതെ, ഒരുപാട് ചെറിയ ചെറിയ പെൺകുട്ടികളെ വരെ അയാൾ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതെല്ലാം അങ്ങ് അവസാനിച്ചിട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ? അവസ്ഥ എന്താണാവോ? മരിച്ചിട്ടുണ്ടോ? ഒന്നും അറിയുന്നില്ല. അതോ പകുതി ജീവനായി കിടക്കുകയാണോ? അതെല്ലാം എൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണല്ലോ റബ്ബേ ഞാൻ ചെയ്തത്. എനിക്ക് അതിനൊക്കെ പ്രായശ്ചിത്തം ഉണ്ടാകുമോ? ഒരു നിമിഷം ഫസീല തൻ്റെ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചെല്ലാം ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? അതൊക്കെ കഴിഞ്ഞു പോയി. എന്താ ഫസീല, അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണോ? കൂട്ടുകാരികൾ വിളിക്കുന്നു. ഇവർ വല്ലാത്ത ശല്യം തന്നെ. തീരെ ഒരു ഇത് തരാഞ്ഞാൽ എന്താ ചെയ്യുക? ഫസീല, നീ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്തില്ലേ? അതെ, കറണ്ട് ബില്ല് കൂടിയാൽ നീ കൊടുക്കേണ്ടി വരും കേട്ടോ. ഫസീല, എന്താ കുക്കറൊന്നും കഴുകി വെച്ചില്ലല്ലോ? ഇതെന്താ എങ്ങനെയാണ് ഇട്ട് പോകുന്നത്? കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ സ്ത്രീ എപ്പോഴും ഇങ്ങനെ ശകാരിച്ചു കൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ജീവിതം തന്നെ മടുത്തു എന്നുള്ള രീതിയിലാണ് ഫസീലയുടെ അവസ്ഥ. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഫസീല ആകെ പെട്ടു എന്ന് തന്നെ പറയണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുക്കണം. എന്നാൽ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയാലോ അവിടെ ഒരു സ്വസ്ഥതയുമില്ല. എൻ്റെ റബ്ബേ, സമാധാനമില്ല. ചുരുക്കി പറഞ്ഞാൽ ഫസീലക്ക് ജീവിതം തന്നെ മടുത്തു. തൻ്റെ പ്രിയപ്പെട്ട നവാസ്കയെ അവൾ ഓർത്തു കണ്ണീരൊഴുക്കി. അതെ, എൻ്റെ നവാസ്ക. പലപ്പോഴും നവാസ്കയെ ഞാൻ ചീത്ത പറയാറുണ്ട്, വിഷമിപ്പിക്കാറുണ്ട്, പലതും പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. എന്ത് ചെയ്യാൻ? തൻ്റെ പൊന്നു മക്കൾ. അല്ലാ, ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ മനസ്സ് വിങ്ങി. പഠിച്ചവൻ, എന്തായിരുന്നു എനിക്കിതുവരെ? എനിക്ക് എന്തായിരുന്നു എനിക്കറിയില്ല. നല്ലൊരു കുടുംബജീവിതം ഇട്ടിട്ട് ഞാൻ ഈ ഒരു ഇടങ്ങേറ്റിൽ കിടന്ന് നിരകിക്കുകയാണ്. എൻ്റെ റബ്ബേ. ഫസീല, എന്നോടല്ലേ ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ പറഞ്ഞത്? ഇത് നേരം വെളുത്തിനും ജോലിക്ക് പോണേ. തള്ള നല്ല ചീത്തയാണ്. എൻ്റെ റബ്ബേ, മടുത്തു. അവൾ ലൈറ്റ് ഓഫ് ചെയ്തു വന്നിരുന്നു. അതെ, ഫോണിൽ നോക്കിയിരിക്കല്ല, ഇവിടെ എല്ലാവർക്കും ഉറങ്ങണം. ഇവിടെ ഒരു ബെഡ് സ്പേസ് എനിക്ക് തന്നത് ഒരു വല്ലാത്തൊരു തെറ്റായിപ്പോയി എനിക്ക്. കാരണം നീ എന്തത് ഇങ്ങനെ തീരെ ഞങ്ങളൊക്കെ ജോലിക്ക് പോകേണ്ടവളല്ലേ കുട്ടി. രാവിലെ നീ ഇത് ഉറങ്ങാതെ ഫോണിൽ നോക്കിയിരുന്നാൽ അതിൻ്റെ വെളിച്ചം ഞങ്ങളെ കണ്ണുക്ക് തട്ടുന്നുണ്ടേ. ഉറങ്ങിക്കേ. അവൾ ഫോണും അവിടെ കമിഴ്ത്തി വെച്ചു. കണ്ണീരൊഴുക്കി. അവളുടെ കവിളിലൂടെ കണ്ണീർ തുള്ളികൾ ചാലിട്ടൊഴുകി. ആരുമില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, അവരെ ഞാൻ വെറുപ്പിച്ചു. ഭർത്താവില്ല, ഉമ്മയില്ല, മക്കളില്ല, അവരെ ഞാൻ വെറുപ്പിച്ചു. ആങ്ങളയില്ല, നാത്തൂനില്ല, എല്ലാവരെയും വെറുപ്പിച്ചു. തൻ്റെ അടിയായി തൻ്റെ ഇഷ്ടം പോലെ കുറച്ചു കാലം നടന്നു. എന്നാൽ അയാളും എന്നെ ഉപേക്ഷിച്ചു. ഒടുവിൽ എന്ത് ചെയ്യാൻ? എനിക്ക് ആരുമില്ലാത്ത അവസ്ഥ. പണമില്ലാതായപ്പോൾ കൂട്ടുകാരികളും പോയി. അതെ, ഞാൻ അനാഥമായ പോലെയായി. റബ്ബേ, എന്തേലും ചെയ്യാം? ഫസീലക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലായി തുടങ്ങി. അതിനിടക്കാണ് കൂട്ടുകാരി വിളിച്ച് കാര്യം പറഞ്ഞത്. എടി, നല്ല ഉസ്താദാണത്രേ, നമുക്ക് പ്രഭാഷണം ഒന്ന് കേൾക്കാൻ പോയാലോ? നോക്കാലോ, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇനിയിപ്പോൾ എന്താ, ആകെ പറഞ്ഞ ടൈമല്ലേ ഉള്ളൂ. നമ്മൾ ഫോണിൽ കളിച്ച് നിൽക്കുന്ന നേരം മതി. പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞ് തിരുമ്പലും കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് പോയാലും ടൈം ഉണ്ടാവും. മഗ്‌രിബ് നിസ്കരിച്ചിട്ടല്ലേ, ഒന്ന് പോയി നോക്കുക. അതെ, എന്തായാലും വേണ്ടില്ല. മനസ്സിലെ ഭാരങ്ങൾ, വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ഒരാളില്ല. അതെ, ഒരു നിമിഷം അവൾ പടച്ചവനെ കുറിച്ച് ഓർത്തു. നിസ്കാരം വരെ ഒഴിവാക്കിയതായിരുന്നു അവൾ. എന്നാൽ അവൾക്ക് തോന്നി, എങ്ങനെങ്കിലും ഒന്ന് നന്നാവണം. എൻ്റെ കുട്ടികൾ എനിക്കൊന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ. എൻ്റെ ഭർത്താവ് പാവം, എൻ്റെ നവാസ്ക ഒരുപാട് ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നെ ഒന്നും പറയില്ലായിരുന്നു. എന്നാൽ അവസാനമായപ്പോൾ സഹി കെട്ടപ്പോൾ മാത്രമാണ്. എങ്കിലും ഞാൻ മക്കളെയും അദ്ദേഹത്തെയും ഉപേക്ഷിച്ച് ഞാനാണ് ഇറങ്ങിപ്പോകുന്നത്. കുറേ വിളിച്ചു, എന്ത് ചെയ്യാൻ, പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ആകെ പെട്ടുപോയത്. എന്നാൽ നാളത്തെ ഉസ്താദിൻ്റെ ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. മോളെ സമീറ, ഉമ്മ, പിന്നെ നാളെയാണല്ലോ ഉസ്താദിൻ്റെ ക്ലാസ്. എൻ്റെ ഉമ്മ, നിങ്ങളും കൂടി പോരുമ്മ. അതിനിപ്പോൾ മോളെ ഷാമോന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പോരേനോ. അങ്ങനെ ഇത് ഉമ്മയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി
ഉമ്മ ഷാമോനോട് കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ ആയിക്കോട്ടെ എന്നാലും നാളെ ഞാൻ ഇവിടെ നിന്നോളാം, ഉമ്മ പൊയ്ക്കോളിട്ടോ, ഏതായാലും മരുവിൻ്റെ ശേഷം കുറച്ച് സമയമല്ലേ, ഞാൻ വൈകുന്നേരം വരാം ഇൻഷാ അല്ലാ. ഉമ്മയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അതാ ഷമ്മാസും ഒരുങ്ങുന്നു. പിറ്റേ ദിവസമായി എല്ലാവരും ക്ലാസ്സിന് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ജോലികളെല്ലാം വേഗം കഴിച്ചു വെച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ളവർ അതൊക്കെ വേഗം നേരത്തെ തന്നെ പഠിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അതാ ക്ലാസ്സിന് ഐഷുമയും പുറപ്പെടുകയാണ്. ജമീല, ഇന്ന് ജമീല ഇല്ലാവോ? ജമീല, ആ താത്ത ഞാൻ വരണേ. അല്ല ഐഷോ, നിങ്ങളുണ്ടോ? ആ ഉണ്ട്, എനിക്കും ഒന്നൊരു പൂതി. അങ്ങനെ അതാ ജമീലയും സമീറയും ഐഷുമയും കൂടെ പോകുകയാണ്. ഉമ്മ ഞാൻ ആക്കിത്തരാം. വേണ്ട മോനെ വേണ്ട. ഉമ്മ ഞാൻ ആക്കിത്തരാമോ? വേണ്ട, ഇജ് ആ പെണ്ണിനെയും കുട്ടീനെ നോക്കി ഇവിടെ ഇരുന്നോ. ഇപ്പോൾ വേണ്ട, ഞങ്ങൾ നടന്നോളാം, നടക്കാനൊക്കെ ഇപ്പം എനിക്ക് വയ്ക്കും. ഡോക്ടർ പറഞ്ഞ് നടക്കാനൊക്കെ പറഞ്ഞിൻ്റെത്, ഇപ്പം നടത്തം വല്ലാതൊന്നുമില്ല. അങ്ങനെ അതാ അവർ 3 പേരും ഉമ്മ എന്നാൽ ഉമ്മാനെ മാത്രം ബുള്ളറ്റിൽ ഷാമൂനെ ആക്കി തരും. സമീറയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ പറഞ്ഞു, എൻ്റെ പൊന്നാര മോളെ അങ്ങോട്ട് പോന്നാജ്, എനിക്കിപ്പോൾ അത്ര നടക്കാൻ വയ്ക്കായൊന്നുമില്ല. അങ്ങനെ അവർ 3 പേരും ക്ലാസ്സിന് എത്തുകയാണ്. എന്നാൽ ഈ സമയം ഫസീലയും കൂട്ടുകാരികളും അതാ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഒരിക്കൽ പോലും അവൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഐഷുമ്മ ക്ലാസ്സിനുണ്ടാകും എന്നുള്ളത്. അങ്ങനെ അത് എല്ലാവരും ആകാംക്ഷയോടെ ആ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുന്നു. അസ്സലാമു അലൈക്കും റബ്ബിസ്റഹ്ലി സുദരി വൈസ്റുലി ഹംറി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉസ്താദ് തുടങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. അതാരൊക്കെ തന്നെയാണെങ്കിലും എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, ബഹുമാനിക്കണം. എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടാവും ജീവിതത്തിൽ ഒരുപാട് അല്ലേ? അതൊക്കെ പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അള്ളാഹു എല്ലാ കുറ്റങ്ങളും നമുക്ക് പുറത്തു തരും. പക്ഷെ ഒന്നൊഴികെ ഷിർക്ക്, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അത് ഇഷ്ടമല്ല. ബാക്കി എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു റഹ്മാനും റഹീമുമാണ്, പുറത്തു തരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ഒന്ന് കണ്ണിറച്ച് ദുആ ചെയ്യുക, കണ്ണീരൊഴുക്കുക അവൻ്റെ മുമ്പിൽ. അതെ, തഹജ്ജുദിൻ്റെ സമയത്ത് ഏറ്റവും അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയമാണ്. ആർക്കൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ട്, അത് അള്ളാഹുവിനോട് ആ സമയം എഴുന്നേറ്റ് നിങ്ങൾ ദുആ ചെയ്ത് നോക്കൂ. തീർച്ചയായും അത് സ്വീകരിച്ചിരിക്കും. ഒരു പക്ഷേ പെട്ടെന്ന് അതിന് ഉത്തരം കിട്ടണമെന്നില്ല, എങ്കിലും പതുക്കെ പതുക്കെ അത് കിട്ടും. ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് കുറച്ച് വൈകും. പക്ഷെ തരാതിരിക്കൂല. നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം. പടച്ചോനും ഇഷ്ടമാണത്രേ, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ സൃഷ്ടികൾ ആരെയും ചോദിക്കുന്നുണ്ടോ? എൻ്റെ സൃഷ്ടികൾ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? കാത്തു നിൽക്കണം അള്ളാഹു. നമ്മൾ എന്തൊക്കെ ചോദിക്കണം തരും, തന്നിരിക്കും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് കിട്ടണമെന്നില്ല, അല്പം ചിലപ്പം വൈകും. അതൊരു പക്ഷേ അതിലൊരു കാരണം ഉണ്ടാവും പെട്ടെന്ന് കിട്ടാതിരിക്കാൻ. എങ്കിലും നമ്മൾ ചോദിക്കണം. കുറച്ചല്ല, കുറേ വേണം. പഠിച്ചവനെ, ഒരു പവൻ ആഭരണം എനിക്ക് നീ തരുമോ? അല്ലെങ്കിൽ കുറച്ച് സ്വർണം തരുമോ? എൻ്റെ മോളെ കെട്ടിക്കാനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചവനോട് വിചാരിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. പഠിച്ചവനെനിക്ക് കുറേ സ്വർണം വേണം, ഒരുപാട് വേണം, എനിക്ക് കുറേ കൊണ്ടല്ല, നിൻ്റെ ഖജന വിശാലമാണല്ലോ. കുറേ ചോദിച്ചോളി, കുറേ തരും. കുറച്ച് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം? എല്ലാം കുറേ ചോദിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. മനുഷ്യന്മാർ തമ്മിൽ എന്ത് കുശുമ്പ്, കുന്നായ്മ, അതുപോലെ ദേഷ്യം എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് സ്നേഹിക്കുക. ഒരു പക്ഷേ ഒരു വീട്ടിലെ അമ്മായിമ്മയും മരുമകളും നല്ല പ്രശ്നത്തിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ മരുമകൾ ചെന്നിട്ട് പറയണം, ഉമ്മ സ്നേഹത്തോട് വിളിക്കുക. എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും വിളിക്കണം ഉമ്മ. സ്നേഹത്തോടെ ആ മരുമകൾ ഉമ്മ എന്ന് വിളിച്ച് ചെല്ലുമ്പോൾ തന്നെ ആ അമ്മായിമ്മയുടെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ടാവും. എന്താ മോളെ, എന്തൊക്കെ, അത് തലേ ദിവസം വരെ ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. പക്ഷെ അന്ന് ചെന്നാൽ എന്തായിരിക്കും? ഉമ്മ എന്നുള്ള വിളിച്ച് ചെന്നാൽ
ആ ഉമ്മ എന്തായാലും അതിന് നല്ല രീതിയിലൊരു മറുപടി ആയിരിക്കും തരിക. എന്നിട്ട് പറയും, ഉമ്മ നിങ്ങളോട് ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയി ഉമ്മ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ നേരത്ത് ദേഷ്യം കൊണ്ട് പറഞ്ഞാണുമ്മ, കാരണം എനിക്ക് ബോധമില്ലായിരുന്നു അപ്പോൾ. പൊന്നു മോളെ അതൊന്നും സാരല്ല, അതൊക്കെ അപ്പാണ് കഴിഞ്ഞില്ലേ, എപ്പോഴും മനസ്സിൽ വെച്ചിക്കുക. അങ്ങനെ ആ ഉമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും സപ്പോർട്ട്. സത്യമായിട്ടോ ആരെങ്കിലൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരോടൊക്കെ തന്നെയായാലും, ജ്യേഷ്ഠൻ അനുജന്മാർ, ജ്യേഷ്ഠത്തി അനിയത്തിമാർ, മരുമക്കൾ അമ്മായിമ്മമാർ, മക്കൾ ഉമ്മമാർ, ഉമ്മ ബാപ്പമാർ, അങ്ങനെ അങ്ങനെ പല ആളുകളും പിണങ്ങി നിൽക്കുന്നവരുണ്ട്. അതെ, എത്ര മാതാപിതാക്കൾ ഉപ്പയും ഉമ്മയും പിണങ്ങി നിൽക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അമ്മായിമ്മയും മരുമകളും മക്കളും ഉമ്മമാരും അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കേട്ടാൽ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ പിണങ്ങി നിൽക്കുന്നത് ആരോടാണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ സ്വയം മനസ്സാക്ഷിയോട് ചോദിക്കണം. ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് പൊയ്ക്കോളൂ, നാളെ തന്നെ സന്തോഷത്തോടെ അവരുടെ അരികിലേക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരണം എന്നുള്ള സംഭവം നമ്മുടെ ചെരുപ്പിൻ്റെ വാറുപോലെ ഒട്ടിക്കിടക്കുകയാണ്. ഏത് നിമിഷവും അത് വരും. ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കുവാൻ പോലും കഴിയില്ല. അതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കുള്ള പിണക്കങ്ങൾ, തെറ്റുകൾ, പ്രശ്നങ്ങൾ എല്ലാം അങ്ങോട്ട് ക്ലിയർ ആക്കുക. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ, അഥവാ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാത്ത സാധനമാണ്. ഇന്നുള്ള അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പൊരുത്തപ്പെടിപ്പിച്ചതും പോലില്ലല്ലോ, ഓൾ അനുഭവിക്കും. അങ്ങനൊരു വാക്ക് അവരും പറയും. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മളെ ഭാഗത്ത് നമ്മൾ തോറ്റു കൊടുക്കണം. മാക്സിമം നമ്മൾ തോറ്റു കൊടുക്കുക. ഒരിക്കലും അഹങ്കരിച്ച് ഓളല്ലേ വലുത്, അവൾ എന്നോട് ആദ്യം മിണ്ടട്ടെ, അവളല്ലേ മൂത്തത്, അവൾ എന്നോട് മിണ്ടട്ടെ, അങ്ങനെയല്ല. ആരാണ് ആദ്യം മിണ്ടുന്നത് അവർക്കാണ് പ്രതിഫലം. അതാണ്. ആരാണ് ആദ്യം തെറ്റുകളെല്ലാം തിരുത്തുവാനും അല്ലെങ്കിൽ തെറ്റുപറ്റിയത് ക്ഷമിക്കുവാനോ തയ്യാറാകുന്നത് അവർക്കാണ് പ്രതിഫലം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സദസ്സിൽ നിൽക്കണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും തെറ്റി നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഈ രാത്രി പറ്റിയില്ലെങ്കിലും നാളെ തന്നെ ഒന്ന് ചോദിച്ച് ലിസ്റ്റ് എടുത്ത് നോക്കുക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, സഹോദരന്മാർ ആരോടെങ്കിലൊക്കെ ഞാൻ പിണങ്ങി നിൽക്കുന്നുണ്ടോ, അങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് തെറ്റ് തിരുത്തണം, എല്ലാം പൊരുത്തപ്പെടിപ്പിക്കണം. എന്താ അങ്ങനെ തയ്യാറാവൂലേ? ഇൻഷാ അല്ലാ മറ്റന്നാളല്ലാത്ത അതിൻ്റെ പിറ്റേന്ന് ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങളുടെ മനസ്സെല്ലാം ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ആരോടൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ട് അവരോടെല്ലാം സലാം പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ച് വരണം. ഒരിക്കൽ പോലും നിങ്ങൾ ഞാനാണ് മൂത്തത്, അവൻ ഇളയതാണ്, അവൻ എന്നോട് മാപ്പ് പറയട്ടെ എന്നുള്ള രീതി വിചാരിക്കരുത്. എല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ആരാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത്, ആരാണ് ക്ഷമിക്കുന്നത്, അവർക്കാണ് അള്ളാഹു പ്രതിഫലം നൽകുക. ആരാണ് തെറ്റൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്യണത്, കാരണം നമ്മുടെ മനസ്സിൽ ഒരാളോടും ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്ത് പ്രശ്നമായിക്കോട്ടെ, ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് മിണ്ടാൻ ചെന്നാൽ ദേഷ്യം കൊണ്ട് അവർ പറയും എന്നോട് മിണ്ടാൻ നീ വരണ്ട. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ആയാലും മിണ്ടാൻ പോയ ആൾക്കാണ് പ്രതിഫലം. അതല്ല, എല്ലാം മറന്ന് നമ്മൾ അവരെ സ്വീകരിച്ച് അവരോട് സലാമൊക്കെ പറഞ്ഞാൽ വല്ലാത്ത റാഹത്താണ് കേട്ടോ. ആ ജീവിതത്തിന് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അത് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് എല്ലാവരുടെയും ദുആയും പ്രാർത്ഥനയും നമുക്ക് വേണ്ടേ? നമ്മൾ മരണപ്പെട്ട് ഖബറിലേക്ക് പോകുമ്പോൾ അവരൊക്കെ വിഷമിക്കണം അല്ലേ? പഠിച്ചവനെ അവൾ പോയല്ലോ, അല്ലെങ്കിൽ അവൻ പോയല്ലോ, അവൻ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു, അവൻ എൻ്റെ നല്ല കൂട്ടുകാരനായിരുന്നു. അങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം അവർ. അങ്ങനെ ഒരാളുടെ മനസ്സിൽ നമുക്ക് ഇടം നേടാൻ കഴിയണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ആരെങ്കിലൊക്കെ ഈ ഒരു സദസ്സിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റന്നാൾ എന്നൊരു ദിവസമുണ്ടെങ്കിൽ അതിനിടക്ക്, അല്ലെങ്കിൽ ഒരാഴ്ച ടൈം തരുന്നു, അതിനിടക്ക് നിങ്ങൾക്ക് സമയം കണ്ടെത്തിയിട്ട് നിങ്ങളത് പൂർത്തീകരിക്കണം. അത് എനിക്ക് ആരോടും ഒരു തെറ്റും പരിഭവമില്ല എന്ന് മനസ്സിൽ ആക്കി എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിന് വന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോൾ ക്ലിയറായി നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം. മറ്റേത് മനസ്സിനുള്ളിൽ ഞാനതിങ്ങനെ പറയുമ്പോഴേ എല്ലാവരുടെയും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ,
എല്ലാവരുടെയും മനസ്സിനുള്ളിലൊരു പിടപ്പുണ്ടാവും. പഠിച്ചോനെ ഞാൻ അല്ലാ അങ്ങനെ ചെയ്തതാണല്ലോ, ഇങ്ങനെ ചെയ്തതാണല്ലോ, എങ്ങനെ അവരോട് ഞാൻ പൊരുത്തപ്പെടിപ്പിക്കുക, അങ്ങനത്തെ ആ വിഷമം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഇറങ്ങുക. പഠിച്ചോനെ ഞാനിതാ തെറ്റ് പറ്റിപ്പോയത് തിരുത്താൻ വേണ്ടി പോവാണ്, ഞാൻ മിണ്ടാൻ വേണ്ടി പോവാണ്. അള്ളാഹുവിനോട് പറഞ്ഞിറങ്ങിക്കോളൂ. പടച്ച റബ്ബ് കൂടെ ഉണ്ടാവും, പേടിക്കണ്ട. നീ അഥവാ വല്ലാതെ ഭയം തോന്നുകയാണെങ്കിൽ മാത്രം ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ്ട് ഇറങ്ങിക്കോളി. 2 മലക്കുകളാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക. 2 മലക്കുകൾ നമ്മുടെ കൂടെ സഹായത്തിനുണ്ടാകും. അതെ, അപ്പോൾ നമ്മൾ ഒരിടത്തും തളരൂല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. സത്യം പറഞ്ഞാൽ അവിടെ കൂടി നിന്ന ആളുകളുടെ എല്ലാം മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ. റബ്ബേ, ഒരാഴ്ചക്കുള്ളിൽ തെറ്റി നിൽക്കുന്നവരെല്ലാം മിണ്ടിയിട്ട് സദസ്സിലേക്ക് വന്നാൽ മതി. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് എല്ലാവരും ഒരു നിമിഷം ആലോചിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഈ ക്ലാസ്സിന് വരാൻ പറ്റില്ലല്ലോ റബ്ബേ. എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും, എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും, എങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കും. എന്നാൽ ഫസീല ഇതെല്ലാം കേട്ട് കരയുകയാണ് ചെയ്യുന്നത്. അതെ, ഐഷുമ്മയും ഓരോന്നോർത്തു. അതെ, തൻ്റെ തെറ്റിപ്പോയ മരുമകളെക്കുറിച്ച്. അവൾ എവിടെയാണാവോ, എന്താണാവോ സ്ഥിതി. ഞാൻ എപ്പോഴും അവൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ അവളുടെ സ്ഥിതി എന്താണാവോ. ഒരു നിമിഷം ആ ഐഷുമ്മ വിചാരിക്കുകയാണ്, പഠിച്ചോനെ എങ്ങനെയെങ്കിലും ഈ ഒരു ക്ലാസ് അവൾക്കെങ്ങാനും ഇത് കേൾക്കുവാൻ വിധി വന്നിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നി. വേണ്ട, എന്തായാലും പഠിച്ചോനെ എനിക്ക് ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ല. പോയോല് പോയി. പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു പെണ്ണും കിട്ടി, 2 മക്കളെയും കൂടെ സുഖമായി ജീവിക്കുകയാണ്. ഐഷുമ്മ ഓരോന്ന് ആലോചിച്ചു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഞാൻ കൈപ്പിടിച്ച് കയറ്റിയ എൻ്റെ ഫസീല, എൻ്റെ വലിയ മരുമകൾ, ഓൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചോനെ നീ കൊടുക്ക്. എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കാൻ ഓൾക്ക് താല്പര്യമില്ലായിട്ട് ഓൾ പോയി. ഇനി ഓൾക്കൊരു നല്ല ജീവിതം നീ കൊടുക്ക് തമ്പുരാനെ. എന്നാൽ ഉസ്താദിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വന്നവരെല്ലാം അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. എന്തൊരു മുഞ്ചുള്ള ഉസ്താദില്ലേ, അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ മൊഴി മുത്തുകൾ പെറുക്കിയെടുക്കാനല്ലേ. എത്ര പെട്ടെന്ന് പ്രഭാഷണം കഴിഞ്ഞത്, കുറച്ചും കൂടി സമയം വേണ്ടിയിരുന്നു. അതിനെ ഉസ്താദ് 9:30 മണിയാകുമ്പോൾ നിർത്തും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടക്കാനുള്ള സമയമായില്ലേ. അവർക്കൊക്കെ 3-3:30 എഴുന്നേൽക്കേണ്ട മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് അവർക്ക് വേഗം ഉറങ്ങണം, അല്ലാതെ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അന്നും ഒരുപാട് ക്യാഷാണ് അവിടെ ലഭിച്ചിരുന്നത് ശരിക്കും ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ. എന്നാൽ എല്ലാവരും ഹദിയ പോലെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാം ഉസ്താദ് അവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയും പള്ളിക്കും മദ്രസിനൊക്കെ വേണ്ടിയിട്ടും ദാനം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എല്ലാം ഉസ്താദിൻ്റെ കൈകളിൽ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പറഞ്ഞു, അത് ഒരിക്കലും ക്യാഷ് എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെയുള്ളത് തന്നെ അത്യാവശ്യം മതി. പിന്നെ അത് ഇവിടെയുള്ള പാവപ്പെട്ട എത്തീമുകൾക്കും അതുപോലെ പള്ളിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കെടുക്കാം. അതൊന്നും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ട. അല്ലുസ്താദെ, നിങ്ങൾ ഇത്രയധികം സംസാരിച്ചുണ്ടാക്കിയ ക്യാഷല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു വരുമാനം എടുക്കാതെ നിങ്ങൾ എങ്ങനെ? അല്ല, എനിക്കിപ്പോൾ അൽഹംദുലില്ലാ ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശമ്പളം അതുണ്ട് എൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത്. അതിലേറെ എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിലും എന്തിനാണ് സമ്പാദ്യമൊക്കെ? അതൊക്കെ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമല്ല നമുക്ക് നാളത്തേക്ക് ഒരു ഉപകാരമാവുള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ ഒരുപാട് കൊണ്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉസ്താദെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ഉസ്താദ് എന്തെങ്കിലുമൊക്കെ വെക്കണം. തൽക്കാലം ഇപ്പോൾ എനിക്ക് വേണ്ട, ആവശ്യമാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം. നിങ്ങളത് എന്തായാലും നമ്മുടെ നല്ല കാര്യത്തിന് വേണ്ടി നമുക്കത് മാറ്റിവെക്കാം. സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ ആ ഒരു സന്മനസ് അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. എന്നാൽ അതിനിടയിൽ പലരും ഉസ്താദിനോട് കല്യാണാലോചനമായും വരുന്നുണ്ട്. അതെ ഉസ്താദെ, വിവാഹത്തിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഭാര്യ മരിച്ചതാണ്, ഒരു കുഞ്ഞുണ്ടെന്ന്. എൻ്റെ മോള് അവൾക്ക് വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ഉസ്താദിൻ്റെ കാര്യമാണ്. എൻ്റെ മോള് തീരെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഉസ്താദെ. എന്നാൽ ഉസ്താദ് ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത്തേത്. അതിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഉറപ്പിച്ചും ചെയ്തോ?
അല്ല, അങ്ങനെയല്ല, അത് പറഞ്ഞു വെച്ചതുണ്ട് ഏകദേശം. അപ്പോൾ പിന്നെ അവർ ശരിക്കും നിരാശയോടെ മടങ്ങുകയായിരുന്നു. എന്നാൽ ഫൈസി ഉസ്താദിനെ വിവാഹം കഴിക്കാൻ പലരും അവിടെ തയ്യാറാവുകയായിരുന്നു, അതിനുവേണ്ടി മുന്നോട്ട് വരികയായിരുന്നു. പക്ഷേ ഫൈസി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരു മുഖമുണ്ടിപ്പോൾ. അല്ലാതെ ബാക്കിയുള്ള ആളുകളൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഫൈസി ഉസ്താദ് അതിനൊന്നും തയ്യാറായില്ല. വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇനി അവളെ മാത്രം, ഇൻഷാ അല്ലാ. അതായിരുന്നു ഫൈസി ഉസ്താദിൻ്റെ മനസ്സിലെ ചിന്തകൾ. ആരായിരിക്കും ഫൈസി ഉസ്താദിൻ്റെ മനസ്സിലുള്ള ആ ഒരു പെണ്ണ്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റ് ചെയ്യൂ. എന്നാൽ ഈ സമയം ഫസീല റൂമിലെത്തി. അവൾ തൻ്റെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഓർത്തു. പഠിച്ചോനെ, ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്കാകെ എന്തൊക്കെയായി തീരുന്നല്ല. ഞാൻ എന്ത് ചെയ്യും? ഒരാഴ്ചക്കുള്ളിൽ അതെ പൊരുത്തപ്പെടിപ്പിക്കാനുള്ളതെല്ലാം പൊരുത്തപ്പെടിപ്പിക്കണം. ആദ്യമായിട്ട് എനിക്ക് പൊരുത്തപ്പെടിക്കാനുള്ളത് മറ്റാരോടുമല്ല, എൻ്റെ ഭർത്താവിനേക്കാളേറെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയായ ഐഷുമ്മയോടാണ്. പക്ഷെ ഞാൻ എങ്ങനെ അവരുടെ മുന്നിലേക്ക് പോകും? ഇത്രയധികം തെറ്റുകൾ കാട്ടിക്കൂട്ടിയിട്ടും ഞാൻ എങ്ങനെ അവരുടെ മുന്നിലേക്ക് പോകും എന്നുള്ള രീതിയിലായിരുന്നു ഫസീല വിചാരിച്ചിരുന്നത്. ഫസീല പുത്തൻവീട് തറവാട്ടിലേക്ക് പോകുമോ? ഐഷുമ്മയോട് പൊരുത്തപ്പെടിപ്പിക്കുമോ? ഇൻഷാ അല്ലാ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.